വർഷങ്ങൾക്ക് ശേഷം നിലമ്പൂരിൽ ചെങ്കൊടി താഴുന്നു. കൈപ്പത്തി പതിച്ച ത്രിവർണ്ണ പതാക പറക്കുന്നു. കോൺഗ്രസ് നേതാവ് ആര്യാടൻ ഷൗക്കത്ത്, ആര്യാടൻ രണ്ടാമൻ. നിലമ്പൂരിന്റെ മുറ്റത്ത് കസേര വലിച്ചിട്ടിരിക്കുന്നു ആര്യാടൻ ഷൗക്കത്ത്. ചങ്കു കൊടുത്തും മുന്നണിയെ സ്നേഹിക്കുന്ന പ്രവർത്തകരും നേതാക്കളുമുള്ളപ്പോൾ UDF ജനഹൃദയം കവരും. തപാൽ ബാലറ്റുകൾ എണ്ണി തുടങ്ങിയപ്പോൾ തന്നെ മുന്നിലെത്തിയ ഷൗക്കത്ത് 19ാം റൗണ്ടിൽ അവസാന ബൂത്ത് എണ്ണിത്തീരും വരെയും ഒന്നാമനായി തുടർന്നു. വഴിക്കടവിലെ ആദ്യമെണ്ണിയ ബൂത്തുകളിൽ UDFനെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു അൻവറിന്റെ മുന്നേറ്റം. 3000-ലേറെ ലീഡ് വഴിക്കടവിൽ പ്രതീക്ഷിച്ച UDFനെ അൻവറിന്റെ സാന്നിധ്യം 1829 ഒതുക്കി. അട്ടിമറി സ്വപ്നം കണ്ട ഇടതുമുന്നണിയുടെ മനക്കോട്ടകൾ തകർത്തായിരുന്നു പിന്നെ ഇങ്ങോട്ട് ഷൗക്കത്തിന്റെ കുതിപ്പ്. മൂത്തേടത്ത് 2067-ഉം എടക്കരയിൽ 1200-ലേറെയും ലീഡ് നേടിയ ഷൗക്കത്ത് 5ാം റൗണ്ട് പിന്നിട്ടപ്പോഴേക്കും 5000-ലേറെ വോട്ടിന്റെ ലീഡ് നേടി വിജയം ഉറപ്പിച്ചു. പിന്നെ എണ്ണിയ പോത്തുകല്ലിലും LDF പ്രതീക്ഷകൾ തകർത്ത് മുന്നേറിയ ഷൗക്കത്ത് 307 വോട്ടിന്റെ ലീഡ് നേടി. ചുങ്കത്തറയും നിലമ്പൂർ നഗരസഭയും എണ്ണുമ്പോഴേക്കും UDFന്റെ ലീഡ് 10,000 കടന്നിരുന്നു. ആകെ തകർന്നുപോയ LDFന് ആശ്വാസമായത് 118 വോട്ടിന്റെ ലീഡ് നൽകിയ കരുളായി മാത്രം. ഇടത് ശക്തി കേന്ദ്രമായ അമരമ്പലവും വലത്തോട്ട് മറിഞ്ഞതോടെ ഷൗക്കത്തിന്റെ ഭൂരിപക്ഷം 11,077-ൽ തൊട്ടു. ഒറ്റയ്ക്ക് മത്സരിച്ച അൻവർ ഇരുമുന്നണികളുടെയും കണക്കുകൂട്ടലുകൾ തെറ്റിച്ചാണ് 19,760 വോട്ടുകൾ സമാഹരിച്ചത്. ഇരുമുന്നണികളുടെയും വോട്ടുകൾ അൻവർ ചോർത്തിയെന്നാണ് അന്തിമ ഫലത്തിന്റെ വിലയിരുത്തലിൽ വ്യക്തമാകുന്നത്. അൻവറിനും പിന്നിൽ നാലാമതായ BJPക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ 53 വോട്ടുകൾ കൂടുതൽ കിട്ടിയെന്ന് ആശ്വസിക്കാം. SDPI 2075 വോട്ടിൽ ഒതുങ്ങി. ശക്തമായ ചതുഷ്കോണ മത്സരത്തിലൂടെ നേടിയ നിലമ്പൂർ വിജയം UDFന് നൽകുന്ന രാഷ്ട്രീയ ആത്മവിശ്വാസം ഒട്ടും ചെറുതല്ല. സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞ് വോട്ട് തേടിയിട്ടും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എന്തുകൊണ്ട് സ്വന്തം നാട്ടിൽ ഇങ്ങനെ തോറ്റു എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രിയും CPM-ഉം ഉത്തരം കണ്ടെത്തേണ്ടി വരും. അൻവർ എന്ന അടഞ്ഞ അധ്യായം വീണ്ടും തുറക്കാൻ UDF തയ്യാറാകുമോ എന്ന ഉദ്വേഗം കൂടി ബാക്കി നിർത്തിയാണ്